ഒമാനിൽ നിന്നുള്ള മലയാളി ഹജ്ജ് സംഘം ഇന്നു പുലർച്ചെ 4:30 റൂബി ബാബൂസ് മസ്ജിദ് പരിസരത്ത് നിന്നും യാത്ര തിരിച്ചു. ഒമാൻ ഔക്കാഫ് മതകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ മസ്കത്ത് സുന്നി സെന്ററാണ് ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചത്. ഒമാൻ ഔക്കാഫ് മന്ത്രാലയം അംഗീകാരം നൽകിയ ഹജ്ജ് അമീറായ ഷെയ്ഖ് അബ്ദുൾ മൗലവിയാണ് സംഘത്തെ നയിക്കുന്നത്. സുബഹി നമസ്കാരത്തിന് ശേഷം പ്രത്യേക പ്രാർത്ഥനകൾ പൂർത്തിയാക്കിയാണ് സംഘം യാത്ര തിരിച്ചത്. ഈ വർഷം ഒമാനിൽ നിന്ന് 500 വിദേശികൾക്കാണ് ഹജ്ജ് യാത്രയ്ക്ക് അവസരം അനുവദിച്ചത്. ഇതിൽ 450 പേർ അറബ് വംശജരാണ്. ബാക്കി വരുന്ന 250 പേരിലാണ് മറ്റ് രാജ്യങ്ങളിലെ വിദേശികൾ ഉൾപ്പെടുന്നത്. ഇതിൽപ്പെട്ട 60 മലയാളികളുമായാണ് സുന്നി സെന്റർ യാത്ര പുറപ്പെട്ടത്. വിഭിന്ന സ്വഭാവ സവിശേഷതകൾ ഉള്ള ആളുകളുമായും ദേശക്കാരുമായും ഇടപഴകുമ്പോൾ നാം ലോകത്തെ തന്നെ അറിയുകയാണെന്ന് എൻ മുഹമ്മദ് അലി ഫൈസി ഹാജിമാരെ ഉദ്ബോധിപ്പിച്ചു. ഹജ്ജിന് പോകുന്നവർക്കും യാത്രയപ്പിന് വന്നവർക്കുമായി ചായയും മധുരപലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും മറ്റു സഹായങ്ങളും നൽകി. മസ്കത്ത് സുന്നി സെന്റർ കീഴിൽ ഹജ്ജിന് പോകുന്നവർക്കായി ഹജ്ജ് ക്യാമ്പ് പഠന ക്ലാസും സംഘടിപ്പിച്ചിരുന്നു. സക്കീർ ഹുസൈൻ ഫൈസി, മുഹമ്മദ് ഫൈസി, ഡോക്ടർ അബ്ദുൾ സലാം ബഷീർ എന്നിവരായിരുന്നു വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുത്തത്. എൻലൈറ്റ് ന്യൂസ്, മസ്കറ്റ്.